ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 20 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് അരുൺ കപൂർ കൺഫേർഡ് ഭൂട്ടാൻസ് റോയൽ ഹോണർ. അപ്പോൾ ഭൂട്ടാൻ്റെ റോയൽ ഹോണർ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് ആയ അരുൺ കപൂറിനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. റിനൗണ്ട് ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ് അരുൺ കപൂർ ഹു സെറ്റപ്പ് സ്കൂൾസ് ഇൻ ഇന്ത്യ, Bhutan and Oman has been conferred the Buramarp red scarf എന്നാണ് അതിൻ്റെ മീനിങ് ആൻഡ് എ പതങ് ceremonial sword by Bhutan's king Jigme Khesar Namgyel at the 117th Bhutanese National Day celebrations in Thimphu's ചംഗ്ലിമതങ് സ്റ്റേഡിയം അവിടെ വെച്ചിട്ടാണ് നടന്നത്. 117th ഭൂട്ടാനീസ് നാഷണൽ ഡേ സെലിബ്രേഷൻസ് അവിടെ വെച്ചിട്ട് ഈ രണ്ട് അവാർഡ്സ്, അതായത് ബുരാമാർപ്പും പിന്നെ അതേപോലെ പതങ്ങും കൊടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് വായിക്കാം. In 2019 Mr. Kapoor was awarded the Druk Tuksi for his work in setting up the Royal Academy School and in developing Bhutan Baccalaureate Educational System. അതൊക്കെ സെറ്റപ്പ് ചെയ്തതിനും ഇതിന് മുമ്പ് 2019 ഭൂട്ടാൻ ഹോണർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റോയൽ ഹോണർ, ഭൂട്ടാൻ്റെ റോയൽ ഹോണറായ എന്താ പറയുക, ബുരാമാർപ്പ് റെഡ് സ്കാർഫ്, അതേപോലെ പതങ് സെറമോണിയൽ സ്വാഡും ഭൂട്ടാൻ കിങ് ജിഗ്മെ കേസർ നാംഗ്യേലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SBI അപ്പോയിൻറ്റ്സ് രാമമോഹൻ റാവു അമര ആസ് MD. അപ്പോൾ SBI മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. രാമമോഹൻ റാവുവിനെ MD ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ദാറ്റ് രാമമോഹൻ റാവു അമര ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ ബാങ്ക് ഫോർ എ പീരീഡ് ഓഫ് 3 years വിത്ത് എഫക്ട് ഫ്രം 18th December 2024. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അപ്പോയിൻ്റ് ആയി. ഇപ്പോൾ 18th December ആ ടേം സ്റ്റാർട്ടായി. ഇനി 2027 വരെ ഈ രാമമോഹൻ റാവു അമരയായിരിക്കും മാനേജിംഗ് ഡയറക്ടർ ഓഫ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജപ്പാൻ ആൻഡ് ഇന്ത്യ സ്റ്റാർട്ടപ്സ് ടു സ്റ്റഡി ലേസർ എക്യുപ്ഡ് സാറ്റലൈറ്റ് ടു ടാക്കിൾ സ്പേസ് ഡെബ്രിസ്. അപ്പോൾ ജപ്പാനും ഇന്ത്യയും ഇന്ത്യയിലത്തെ സ്റ്റാർട്ടപ്സ് ടു സ്റ്റഡി ലേസർ എക്യുപ്ഡ് സാറ്റലൈറ്റ് ടു ടാക്കിൾ സ്പേസ് ഡെബ്രിസ്, അതിനെ ടാക്കിൾ ചെയ്യാൻ, സ്പേസിലെ വേസ്റ്റ് അതായത് ഡെബ്രിസിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്സ് തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയും ജപ്പാനും. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. സ്പേസ് സ്റ്റാർട്ടപ്സ് ഇൻ ജപ്പാൻ ആൻഡ് ഇന്ത്യ സെഡ് ദാറ്റ് ദേ ഹാഡ് എഗ്രീഡ് ടു ജോയിൻ്റ്ലി സ്റ്റഡി യൂസിങ് ലേസർ എക്യുപ്ഡ് സാറ്റലൈറ്റ്സ് ടു റിമൂവ് ദ ഡെബ്രിസ് ഫ്രം ഓർബിറ്റ്, an experimental approach to increasingly imminent problem of orbital congestion. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മാഗ്മ HDI ജനറൽ ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് വിത്ത് ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫൈനാൻസ് ടു എക്സ്പാൻഡ് ഇൻഷുറൻസ് ആക്സസിബിലിറ്റി. അപ്പോൾ മാഗ്മ HDI ജനറൽ ഇൻഷുറൻസ് പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫൈനാൻസ് ആയിട്ട്. ഇൻഷുറൻസ് ആക്സസിബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. CAC കമാൻഡേഴ്സ് കോൺഫറൻസ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. എയർ ചീഫ് മാർഷൽ AP സിംഗ്, ചീഫ് ഓഫ് ദ എയർ സ്റ്റാഫ് ഇന്ത്യൻ എയർഫോഴ്സ്, വിസിറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് സെൻട്രൽ എയർ കമാൻഡ്, അതാണ് CACയുടെ ഫുൾ ഫോം, ഫ്രം 18th to 19th December 2024 ഫോർ the CAC Commanders Conference 2024. He was received by Air Marshal Ashutosh Dikshit, Air Officer Commanding in Chief Central Air Command. A ceremonial guard of honor was presented to the CAS on arrival. അപ്പോൾ CASന് ഒരു സെറമോണിയൽ ഗാർഡ് ഓഫ് ഹോണർ പ്രസൻറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂറിങ് ദ കോൺഫറൻസ് ദ CAS interacted with the commanders of the CAC AOR and highlighted the importance of being conversant with one's role in enhancing the operational capability of the Indian Air Force. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, ഇത് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. CBIC ചെയർമാൻ ലോഞ്ചസ് 4 new initiatives to enhance taxpayer services.
അപ്പോൾ CBIC ചെയർമാൻ 4 ന്യൂ ഇനീഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ടു എൻഹാൻസ് ടാക്സ് പെയർ സർവീസസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് 4 ഇനീഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ശ്രീ സഞ്ജയ് കുമാർ അഗർവാൾ, ചെയർപേഴ്സൺ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, in presence of all board members, today launched a series of initiatives that aim to improve taxpayer experience and enhance transparency. Revised Citizens Charter, a commitment to better services standards. അതാണ് ആദ്യത്തെ. പിന്നെ the CBIC has introduced a revised Citizens Charter which provides updated timelines and service standards for key taxpayer services. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ടാബ് ഫോർ ഗിവിങ് സജഷൻസ്. അപ്പോൾ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ടാബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. നെക്സ്റ്റ് പറയുന്നത് റീവാംപ്ഡ് സിറ്റിസൺസ് കോർണറാണ്, നോളേജ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. ദ സിറ്റിസൺസ് കോർണർ ഓൺലൈൻ പോർട്ടൽ ഹാസ് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസ്ഡ് ടു സെർവ് ആസ് എ വൺ സ്റ്റോപ്പ് ഹബ് ഫോർ ടാക്സ് റിലേറ്റഡ് ഇൻഫോർമേഷൻ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം, സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ പറയുന്നത് CBIC ആർച്ചീവ്സ് ഡിജിറ്റൽ വിൻഡോ ടു ഇന്ത്യാസ് ടാക്സ് ഹിസ്റ്ററി, അതും ഉണ്ട് അതിൽ. പിന്നെ the latest updates on various tax related topics. CBIC archives offer a comprehensive glimpse into the milestones that have shaped the nation's economic trajectory. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഈ പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Women hold only 10% key managerial personnel positions in India, റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് പ്രകാരം വിമൻ ഹോൾഡ് ചെയ്യുന്നത് 10% കീ മാനേജീരിയൽ പേഴ്സണൽ പൊസിഷൻസ് ഇൻ ഇന്ത്യ ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വായിക്കാം. വിമൻ കോൺസ്റ്റിറ്റ്യൂട്ട് ലെസ് ദാൻ 20% ഓഫ് ഓവറോൾ വർക്ക് ഫോഴ്സ്. അപ്പോൾ 20% കമ്മിയാണ് ടോട്ടൽ വർക്ക് ഫോഴ്സ് വിമൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഓൺലി 10% ഹോൾഡ് കീ മാനേജീരിയൽ പേഴ്സണൽ പൊസിഷൻസ്. അതിൽ 10% മാത്രമേ എന്തുള്ളൂ മാനേജീരിയൽ പേഴ്സണൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഈവൻ ആസ് കമ്പനീസ് ആർ മേക്കിംഗ് എഫേർട്സ് ടു ഡൈവേഴ്സിഫൈ അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട്. അപ്പോൾ അത് ഡൈവേഴ്സിഫൈ ചെയ്യാനൊക്കെ എഫേർട്സ് നടത്തുന്നുണ്ടെങ്കിലും 10% മാത്രമേ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ വിമൻ മാനേജീരിയൽ പേഴ്സണൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ വിമൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ലെസ് ദാൻ 20% ഓഫ് ഓവറോൾ വർക്ക് ഫോഴ്സ് ആൻഡ് ഹോൾഡ് ജസ്റ്റ് ലെസ് ദാൻ 10% ഓഫ് KMP. അത് നമ്മൾ വായിച്ചു. വൈൽ ഫീമെയിൽ ഡയറക്ടേഴ്സ് അക്കൗണ്ട് ഫോർ ലെസ് ദാൻ 20% ഓഫ് എ ടോട്ടൽ ബോർഡ് ഡയറക്ടർ പൊസിഷൻസ് അക്കോർഡിംഗ് ടു ദ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് ബൈ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് CFA സൊസൈറ്റി ഇന്ത്യ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബ്ലൂച്ച് എയ്റോ ബ്ലേഡ് ഇന്ത്യ സൈൻ ഡീൽ ഫോർ സസ്റ്റൈനബിൾ റീജിയണൽ ഏവിയേഷൻ. അപ്പോൾ ബ്ലൂച്ച് എയ്റോം അതേപോലെ ബ്ലേഡ് ഇന്ത്യയും കൂടിയിട്ട് സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു ഡീല് ഫോർ സസ്റ്റൈനബിൾ റീജിയണൽ ഏവിയേഷന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 18th December ആണ്. വേൾഡ് അറബിക് ലാംഗ്വേജ് ഡേ is celebrated every year on 18th December since 2012. The date coincides with the day in 1973 that the General Assembly of United Nations adopted Arabic as the 6th official language of the organization. അപ്പോൾ 1973 യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇത് അവർ 6th ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഓർഗനൈസേഷനായിട്ട് ആക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ 2024 തീം ഫോർ അറബിക് ലാംഗ്വേജ് ആൻഡ് AI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 തീമാണ് അറബിക് ലാംഗ്വേജ് ആൻഡ് AI അഡ്വാൻസിങ് ഇന്നോവേഷൻ വൈൽ പ്രിസർവിങ് കൾച്ചറൽ ഹെറിറ്റേജ്. അതാണ് 2024 അറബിക് ഡേയുടെ വേൾഡ് അറബിക് ഡേയുടെ തീം, അറബിക് ലാംഗ്വേജ് ഡേയുടെ തീം. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കിരൺ അങ്കുഷ് ജാദവ് ക്ലിഞ്ചസ് മെൻസ് 50 meter റൈഫിൾ 3P ടൈറ്റിൽ അറ്റ് 67th നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ 67th നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കിരൺ അശുതോഷ് ജാദവ് മെൻസ് 50 meter റൈഫിൾ 3P ടൈറ്റിൽ ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICICI Bank and Times Internet launch സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ICICI ബാങ്കും ടൈംസ് ഇൻ്റർനെറ്റും കൂടിയിട്ട് സൂപ്പർ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ICICI Bank and Times Internet have launched a super premium co-branded credit card targeting high net worth individuals. The Times Black ICICI Bank credit card powered by Visa offers an array of exclusive benefits designed to appeal to affluent customers. The metallic card features a unique design incorporating historic printing plates from the Times of India. അതൊക്കെ അതിലുണ്ട് എന്നാണ് ഹിസ്റ്റോറിക് പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് ഫ്രം ടൈംസ് ഓഫ് ഇന്ത്യയിലത്തെ അതും അതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാർഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സിംബിളൈസിങ് എ ബ്ലെൻഡ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഇന്നോവേഷൻ. Cardholders will receive significant perks including unlimited lounge access at over 1,300 global airports, Visa services at home, and entry to Quorum Club. Key benefits include 2.5% reward points on international spending and 2% on domestic transactions. അപ്പോൾ 2.5% റിവാർഡാണ് ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിൽ കിട്ടുക, 2% ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസിലും കിട്ടും. പിന്നെ മൈൽ സ്റ്റോൺ റിവാർഡ്സ് ഫീച്ചർ ഹെലികോപ്റ്റർ റൈഡ്സ്, എയർപോർട്ട് ട്രാൻസ്ഫേഴ്സ്, കോംപ്ലിമെൻ്ററി ലക്ഷറി റിസോർട്ട് സ്റ്റേസ് ആൻഡ് 10,000 ഇ-കൊമേഴ്സ് ഗിഫ്റ്റ് കാർഡ്. 10,000 റുപ്പീസിൻ്റെ ഇ-കൊമേഴ്സ് ഗിഫ്റ്റ് കാർഡും ഈ ലക്ഷറീസ് റിസോർട്ട് സ്റ്റേയും അതേപോലെ എയർപോർട്ട് ട്രാൻസ്ഫേഴ്സും പിന്നെ കോംപ്ലിമെൻ്ററി ലക്ഷറി റിസോർട്ട് സ്റ്റേസും പിന്നെ ഹെലികോപ്റ്റർ റൈഡ്സ് എല്ലാം ഈ മൈൽ സ്റ്റോൺ റിവാർഡ്സിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The card is available for application through the website and ICICI Bank branches, targeting professionals and high-income individuals seeking premium financial services. രാകേഷ് ജായ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ICICI ബാങ്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ സെറ്റ്സ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ മാസ് വർമ്മം തെറാപ്പി. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് മാസ് വർമ്മം തെറാപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ഹാസ് സെറ്റ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ പ്രൊവൈഡിംഗ് വർമ്മം തെറാപ്പി ടു 567 ഇൻഡിവിജ്വൽസ് സൈമൾട്ടേനിയസ്ലി അറ്റ് എ സെയിം ടൈം. 567 ഇൻഡിവിജ്വൽസിന് ഈ വർമ്മം തെറാപ്പി പ്രൊവൈഡ് ചെയ്തതിനാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്, ദ ഇവൻറ്റ് ഹെൽഡ് അറ്റ് ദ NIS ക്യാമ്പസ് ഇൻ താമ്പരം ചെന്നൈ ഹൈലൈറ്റ്സ് ദ ഗ്രോയിങ് റെക്കഗ്നിഷൻ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് ഇറ്റ്സ് നോൺ ഇൻവേസീവ് ഡ്രഗ് ഫ്രീ തെറാപ്യൂട്ടിക്സ് മെത്തേഡ്സ് പർട്ടിക്കുലർലി ദോ ത്രൂ ദ പ്രാക്ടീസ് ഓഫ് വർമ്മം തെറാപ്പി. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വൈ വർമ്മകലൈ, ദ മാർഷ്യൽ ആർട്ട് ഫോം അസോസിയേറ്റഡ് വിത്ത് വർമ്മം, ഈസ് ഓഫൺ മിസ്അണ്ടർസ്റ്റുഡ് ആസ് എ കോംബാറ്റ് ടെക്നിക് ഇൻ സിദ്ധ മെഡിസിൻ. ഇറ്റ് ഈസ് എ സയൻറ്റിഫിക്കലി ഗ്രൗണ്ടഡ് തെറാപ്യൂട്ടിക് പ്രാക്ടീസ് യൂസ്ഡ് ടു ട്രീറ്റ് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഡിസീസസ് ഇൻക്ലൂഡിംഗ് സ്ട്രോക്ക്, ആർത്രൈറ്റിസ് ആൻഡ് ട്രോമ റിലേറ്റഡ് ഇഞ്ചുറീസ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.